നമ്മുടെ വിഭവം വാഴക്കൂമ്പ് തോരനാണ്. വാഴക്കൂമ്പ് നമ്മുടെ നാട്ടിൽ സാധാരണ എല്ലായിടത്തും സുലഭമായിട്ട് തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ്. വാഴ ഇഷ്ടം പോലെ ഉള്ളവർക്ക്, ഇപ്പോൾ ഒരു വാഴ ഉള്ളവർക്കായാലും ആ വാഴ വലിച്ചു കഴിഞ്ഞാൽ ഒരു വാഴക്കൂമ്പ് കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതാണ് സംഭവം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഇത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുമല്ലോ. പുറത്തുനിന്ന് വാങ്ങിക്കാനും ഇപ്പോൾ ഈ സംഭവം 10 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടും. ഇതിൻ്റെ പുറമേ ഉള്ളത് കളയൊന്നും വേണ്ട. ക്യാബേജൊക്കെ അരിയണത് പോലെ ചുമ്മാ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. നമ്മൾ സാധാരണ ക്യാബേജ് എങ്ങനെ അരിയും അതുപോലെ തന്നെ. ഞാനിപ്പോൾ അത്ര ചെറുതായിട്ടൊന്നും അല്ല അരിഞ്ഞത്, എന്നാൽ പോലും നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് എടുത്തിട്ടില്ല, പകുതി എടുത്തിട്ടുള്ളൂ. ഒരു വാഴക്കൂമ്പിൻ്റെ പകുതി എടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് അരിഞ്ഞതിന് ശേഷം കഴുകുകയൊന്നും ചെയ്യരുത്, വെള്ളം ഒട്ടും ചേർക്കരുത്. നമ്മൾ അരിയണതിൻ്റെ മുമ്പേ പുറം ഭാഗം ഒന്ന് കഴുകുക, അല്ലാതെ അരിഞ്ഞു കഴിഞ്ഞിട്ട് വാഷ് ചെയ്യൊന്നും ചെയ്യരുത്. വെള്ളം ഇതിലേക്ക് ഒട്ടും ഒഴിച്ചു കൊടുക്കാനും പാടില്ല. അതവിടെ തിരുമ്മി വെച്ചു. ഇനി അരയ്ക്കാനുള്ള ചേരുവകൾ: 1/2 കപ്പ് തേങ്ങ, 3 പച്ചമുളക്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് സമയം മാറ്റി വയ്ക്കുക. ഇത് മിക്സിയുടെ ജാറിൽ നമ്മൾ ഒന്നങ്ങ് ചതച്ചെടുക്കണം. നമ്മൾ അവിയലിനൊക്കെ ചെയ്യണ പോലെ, ജസ്റ്റ് തോരന് സാധാരണ ചെയ്യണ പോലെ തന്നെ അത് ചതച്ചെടുത്തിട്ട് അതും ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്യുന്നത് അതിൻ്റെ കറയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വാഷ് ചെയ്യണമൊന്നുമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകിട്ടു. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, കാരണം ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. മാത്രമല്ല ക്യാബേജിനൊക്കെ പോലെ തന്നെ വളരെ വേവ് കുറഞ്ഞൊരു സംഭവമാണ്, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു 2-3 മിനിറ്റ് നേരം ഞാൻ അടച്ച് വെച്ചിട്ട് വീണ്ടും തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒട്ടും കരിഞ്ഞു പോകുന്നില്ല ലോ ഫ്ലെയിമിലിട്ടാൽ. വീണ്ടും ഞാനൊന്ന് അടച്ചു വെച്ചു ഒരു 2 മിനിറ്റും കൂടി. മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് നേരത്തെ ഒരു പണിയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ തോർത്തിയെടുക്കുക. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ കൂടെ ചെറുപയറോ അങ്ങനെയൊക്കെ ചേർത്തിട്ടും വേവിക്കുക. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ തോരൻ റെഡിയായി. ഞാനത് സെർവ് ചെയ്യാണ്. മഞ്ഞൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. മാത്രമല്ല എന്തുകൊണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് വാഴക്കൂമ്പ് തോരൻ. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല അടിപൊളി ഹെൽത്തി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്